നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ് സ്റ്റെം സെൽസിൻ്റെ പ്രൊസീജിയർ എന്നും ഇത് എങ്ങനെയാണ് PRP നിന്നും എങ്ങനെയാണ് GFC നിന്നും വ്യത്യാസം ഉള്ളതായി മാറുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു സംഭവം ആക്ച്വലി വരുന്നത് 2016 ആ ഒരു ടൈം ആയപ്പോഴാണ്. ഇത് പണ്ടേ ഉണ്ട്, പക്ഷേ ഒരു നമ്മളൊരു യൂണിവേഴ്സിറ്റി ലെവലിൽ യൂറോപ്പിലൊക്കെ ഇതിനെപ്പറ്റി റിസർച്ച് നടന്നത് 2016 ഈ സ്റ്റെം സെൽസ് തന്നെ രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ്, ഒന്ന് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഈ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിൽ എല്ലായിടത്തും ഓരോ കോശങ്ങൾ ഉണ്ടാകുന്നത്, അതായത് സെൽസ് ഉണ്ടാവുന്നത്, അതിനൊരു മദർ സെല്ലുണ്ട്. ആ കോശമാണ് സ്റ്റെം സെൽസ്. അത് നമ്മൾക്ക് എല്ലായിടത്തും ബോഡീൻ്റെ എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു കോശങ്ങൾ സ്റ്റെം സെൽസ് ആണ് മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽ ഡിവിഷൻ വഴി നമുക്ക് വേണ്ട അതാത് സ്ഥലത്ത് എന്ത് കോശമാണ് ആവേണ്ടത് അതിനനുസരിച്ചുള്ള കോശമായി മാറുന്നത്. നമുക്ക് ഹെയറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഹെയർ സെല്ലായി മാറുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റെം സെൽസ് ആണ്. അപ്പോൾ സ്റ്റെം സെൽസ് ആണ് DNA ഫോർമേഷൻ വന്നു, ആ DNA ബ്രേക്കപ്പായി, അങ്ങനെ അത് വീണ്ടും ബൈൻഡ് ചെയ്ത് ഒരു രണ്ട് ഡോട്ടർ സെൽസ് ഫോം ചെയ്തു. അതാണ് ഈ ഹെയർ സെൽ എന്ന് പറയുന്നത്. ഈ ഹെയർ സെൽസ് കൂടുന്നതും അതിനർത്ഥം സ്റ്റെം സെൽസും കൂടുതലായതുകൊണ്ടാണ് ഹെയർ സെൽസും കൂടുന്നത്. ഇപ്പോൾ സ്റ്റെം സെൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഹെയർ സെൽസ് വരില്ല, കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്റ്റെം സെൽസ് യൂഷ്വലി കുറഞ്ഞു കഴിയുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അധികം വരിക പ്രായം വളരെ വലിയ വാർദ്ധക്യ സമയത്താണ് ഉണ്ടാവാറ്. അല്ലാതെ ഒരു 50 വയസ്സിൻ്റെ 50 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കൊന്നും സ്റ്റെം സെൽസ് അങ്ങനെ ഡാമേജായി കുറഞ്ഞ് ഇല്ലാതെ ആവുന്നില്ല. ഇല്ലാതെ ആവുന്ന അവസ്ഥ വരുന്നത് നല്ല ഏജിലോ അല്ലെങ്കിൽ നിങ്ങൾ കീമോതെറപ്പി പോലെ റേഡിയേഷൻസ് ഉള്ള എന്തെങ്കിലും കാര്യത്തിനോട് എക്സ്പോസ് എപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും അങ്ങനെ ഉണ്ടാകുന്നത്. അല്ലാത്തടത്തോളം ഇത് ഇനാക്റ്റീവ് സ്റ്റേജിൽ പോവുകയാണ് ചെയ്യുക. അതായത് സ്റ്റെം സെൽസ് G0 എന്ന് പറഞ്ഞ ക്വിനിസെന്റ് ഫേസ് എന്ന് പറഞ്ഞ ഒരു ഫേസ് ഉണ്ട്. ആ ഫേസിലോട്ട് പോകും, അതായത് ഇനാക്റ്റീവാണ്. ആ ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ പരിപാടി വഴി ഡോട്ടർ സെൽസ് ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. അത് അറസ്റ്റഡായി, അത് അവിടെ കിടന്നു. ആ ഒരു സംഭവത്തിന് അതാണ് നമുക്ക് ഏതൊരു മനുഷ്യനും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാൻ കാരണം എന്തു തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ചില ആളുകൾ ജനറ്റിക്കായിട്ട്, ചില ആൾക്ക് ഹെറിഡിറ്ററി ആയിട്ട്, ചില ആളുകളിൽ നമുക്ക് കാണാം വെള്ളത്തിൻ്റെ പ്രശ്നം, ചില സ്ട്രെസ്സ് കാരണം, ഇതൊക്കെ കാരണം മുടി കൊഴിയുന്നുണ്ട്. എന്ത് കാരണമാണെങ്കിലും അറ്റ് ദ എൻഡ് കൊഴിയാൻ കാരണം ഈ സ്റ്റെം സെൽസ് ഇങ്ങനെ ഇനാക്റ്റീവ് ആകും. ഇതൊക്കെ കാരണം അതുകൊണ്ടാണ് പുതിയ സ്റ്റെം സെൽസ് ഉണ്ടാവില്ല, അതുവഴി പുതിയ ഹെയർ സെൽസും ഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കഷൻ്റെ മാറുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഇതാണ്. എന്ത് ഫാക്ടറാണെങ്കിലും, ഫാക്ടർ എന്തും ആയിക്കോട്ടെ, പക്ഷേ കൊഴിയാൻ കാരണം ഇതാണ്. അപ്പോൾ ഈ സ്റ്റെം സെൽസിനെ Q0 ഫേസ് അല്ലെങ്കിൽ ക്വിനിസെന്റ് ഫേസിൽ ഇനാക്റ്റീവായി കിടക്കുന്ന ഈ സ്റ്റെം സെൽസിനെ നമ്മൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത ഗ്രോത്ത് ഫാക്ടേഴ്സ് നിങ്ങളെ കയ്യിൽ നിന്ന് എടുക്കുന്നു. ഞാൻ അത് പറഞ്ഞുതരാം. കയ്യിൽ നിന്ന് 15 ml 10 ml ബ്ലഡ് എടുക്കും. ആ ബ്ലഡ് PRP GFCയിലൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ അവരത് സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് അതിൽ നിന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത്, PRPയിലാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ഇഞ്ചെക്ട് ചെയ്യും, മറ്റേതാണെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സിന് ഇഞ്ചെക്ട് ചെയ്യും GFCയിൽ. ഈ GFCയിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആക്കിയിട്ടല്ല ഇഞ്ചെക്ട് ചെയ്യണം, അവർ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ അത് അവിടെ പോയിട്ട് ഈ സ്റ്റെം സെൽസിൻ്റെ അടുത്തല്ല എത്തുന്നത്, ഇൻട്രാഡെർമലായിട്ടാണ് അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതായത് ഈ സോൾ ഡിപ്പെൻഡൻറ്റ് ഓൺ ഗ്രോത്ത് ഫാക്ടേഴ്സ്. അതായത് നമ്മളെ PRP ആണെങ്കിലും GFC ആണെങ്കിലും അവർ ഇൻട്രാഡെർമൽ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നത് ഇവർ കൊടുക്കുന്ന ആളുകളാണ്. ഈ GFCയിൽ ആണെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ, മറ്റേതാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്, അവരാണ് ഇതിൻ്റെ അവിടെ ചെന്നിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ആയുസ് കഴിയുമ്പോൾ അവിടെ തീർന്നു, മുടി വീണ്ടും കൊഴിയാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു പ്രശ്നം GFCക്കും PRPക്കും ഉണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടി വരിക. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാഡെർമൽ അല്ല, സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ ഈ സാധനം മൈക്രോനീഡിൽ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഇത് പോയി സ്റ്റെം സെൽസിൽ Q0 കിടക്കുന്ന സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് അത് നേരെ വീണ്ടും സെൽ സൈക്കിൾ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മൾ കൊടുക്കുന്ന ഈ ആക്ടിവേറ്റഡ് ഫോമിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് അല്ല അവിടെ പോയി പണിയെടുക്കുന്നത്. അവർ ജസ്റ്റ് ഇതിനെ സ്റ്റെം സെൽസിനെ റീജനറേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിന് ശേഷം പിന്നെ പണി മുഴുവനും നമ്മുടെ സ്റ്റെം സെൽസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ഫോമിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ബ്ലഡിൽ നിന്ന് നമ്മൾ എടുത്തു, അതുവഴി നമ്മൾ
ഇൻവേർഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത് അതിൽ നിന്ന് ഞങ്ങൾക്ക് 4 ഗ്രോത്ത് ഫാക്ടേഴ്സ് കിട്ടി. ഈ 4 ഗ്രോത്ത് ഫാക്ടേഴ്സിനെ നമ്മൾ കാൽഷ്യം ഗ്ലൂക്കോനേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാൽഷ്യം ഗ്ലൂക്കോനേറ്റിന് കൂടി അതിൽ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഓരോ ഗ്രോത്ത് ഫാക്ടറും അതിൻ്റെ എൻസൈംസ് റിലീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, VEGF എന്ന് പറയുന്നുണ്ട്, IGF ഉണ്ട്, ഇൻ്റർലൂക്കിൻസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അവരൊക്കെ അവരവരെ എൻസൈംസ് പുറത്ത് തന്നെ റിലീസായി. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ആ എൻസൈംസും ഇതും കൂടി ഡയറക്റ്റ്ലിയാണ് നമ്മൾ എവിടെയാണ് മുടി വരേണ്ടത് അവിടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അതിന് പുറമെ നമ്മൾ അവിടെ ഈ സമയത്ത് തന്നെ NB-UVB ലൈറ്റ്, നാരോ ബാൻഡ് അൾട്രാ വയലറ്റ് ടൈപ്പ് B ലൈറ്റ് വെച്ച് മെലാനോജെനസിസ് എന്ന് പറയുന്ന സംഭവവും നമ്മൾ അവിടെ വരുത്താൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അതായത് മെലാനോജെനസിസ് എന്ന് പറഞ്ഞാൽ മെലാനിൻ ഉണ്ടാകുന്ന പ്രോസസ്സ്. ഈ മെലാനിൻ എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് മുടിയിൽ കളർ കൊടുക്കുന്നത്. ഈ മെലാനിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ സ്റ്റെം സെൽസ് റീജനറേറ്റ് ചെയ്യാനുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് കൊടുത്തു, ഈ മെലാനിനും കൊടുത്തു. ഇനി ആ ഹെയർ സെൽസിൻ്റെ പണി അവർ കഴിഞ്ഞോളൂ. അതായത് സ്റ്റെം സെൽസ് വീണ്ടും Q0 പോയി അവർ ആ മറ്റേ നമ്മുടെ സെൽ സൈക്കിൾ മൈറ്റോസിസ് കണ്ടിന്യൂ ചെയ്ത് പുതിയ മുടി വരും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇതാണോ ട്രാൻസ്പ്ലാന്റേഷൻ ആണോ നല്ലത് എന്ന് ചോദിച്ചാണെങ്കിൽ അതിനൊരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം മുടി, അതായത് നിങ്ങൾക്ക് ഈ ഏരിയയിൽ ഇങ്ങനെ വേണമെന്ന് വിചാരിക്കാം, ആ ഏരിയയിൽ മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മൾ മൈക്രോനീഡിൽ ചെയ്ത് കൊടുത്ത് ലൈറ്റും കൊടുത്ത് നമ്മൾ അവസാനം ട്രാൻസ് എപ്പിഡെർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റെം സെൽസ് അതും നമ്മൾ ഓരോ ഇതിൻ്റെ റൂട്ടിലും ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ റൂട്ടിലും ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഓർഗാനിക് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മളെ ഗ്രീൻ ആപ്പിൾ സ്റ്റെം സെൽസാണ്. ലോകത്തിലെ ഏറ്റവും ഹ്യൂമൻ സ്റ്റെം സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 സ്റ്റെം സെൽസാണ് ഈ ഗ്രീൻ ആപ്പിളിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഗ്രീൻ ആപ്പിൾ കേടായതൊന്നും കാണാത്തത്, മനസ്സിലായില്ലേ? ഗ്രീൻ ആപ്പിൾ കേടായതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് എല്ലാ ഫോളിക്കിളിൻ്റെ അവിടെയും ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എന്ന് വെച്ചാൽ നമ്മളെ കൺട്രോളിലായിട്ടല്ലേ മുടി വരിക. അതായത് മുടി വരും അവിടെ, പക്ഷെ അത് എങ്ങനെ, അതായത് ഇങ്ങനെ ഒരു ഡിസൈനിൽ വരണം എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവിടെ മുടി വരും, കവറാവും, അത്ര മാത്രം പറയാം. ഗുണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്നാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. അതേപോലെ തന്നെ ഇത് നാച്ചുറലാണ്, പൈസ വളരെ കുറവാണ്, ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല തന്നെ. ഞങ്ങൾക്ക് ഇന്നേ വരെ അങ്ങനെ സൈഡ് എഫക്റ്റ് ആർക്കും വന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങളെ സോൾ ഡിപ്പെൻഡൻ്റ് ആണ്, നിങ്ങളെ കാര്യങ്ങൾ തന്നെ, നിങ്ങളെ ബ്ലഡ്, നിങ്ങളെ ഗ്രോത്ത് ഫാക്ടേഴ്സ്, അത് എത്രയേ ഉള്ളൂ. ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ ലേസറാണോ എന്നൊന്നും വിചാരിക്കേണ്ട, സാധാരണ NB-UV ലൈറ്റാണ് മെലാനോജെനസിസിന് സഹായിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര സേഫാണ്, ഭയങ്കര അഫോർഡബിളാണ്. നിങ്ങൾക്ക് ടോട്ടൽ 20,000 രൂപയ്ക്ക് ഒരു വിഗ് പോലും ഈ കാലത്ത് കിട്ടാത്തൊരു കാലമാണ്. നല്ലൊരു വിഗിന് തന്നെ 25,000 രൂപ കൊടുക്കണം. അങ്ങനത്തെ ഒരു കാലത്ത് നിങ്ങൾക്ക് വെറും 20,000 രൂപയ്ക്ക് നിങ്ങൾ കഷണ്ടി മറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്നെ തീരുമാനിക്കുക ട്രാൻസ്പ്ലാന്റേഷൻ ആണോ ഇതാണോ, അങ്ങനെയാണെങ്കിൽ നല്ലതെന്ന്. പക്ഷേ പ്രായം കുറച്ച് കഴിഞ്ഞാൽ ഒരു 50 വയസ്സിനൊക്കെ മുകളിലായി കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫോളിക്കിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. 50 വയസ്സിൻ്റെയൊക്കെ മുകളിലാണെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ആൾക്ക് തന്നിട്ടുമുണ്ട്. പക്ഷേ നമുക്കൊരു ഉറപ്പൊന്നും 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് വരുമെന്നുള്ളൊരു ഉറപ്പ് തന്നെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ്, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇന്നോ നാളെയായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അതെന്താ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂസ്, ആ ഷാംപൂസിൽ ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഷാംപൂസ് അത്രയും ടോക്സിക് എന്ന് പറഞ്ഞാൽ വളരെ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ഷാംപൂസ് ഉണ്ട്. അത് നിങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി അത് എല്ലായിടത്തും ഒന്ന് എത്തിക്കണം. ഞാൻ നാളെ മറ്റന്നാളത് ചെയ്യും വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, ഞാൻ മറ്റേ വീഡിയോൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ വളർത്തുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ പറ്റും. അതുവഴി നമുക്ക് കൂടുതൽ കഷണ്ടികളുള്ള ആളുകളെ മാറ്റി കഷണ്ടികളെ കുറയ്ക്കാനും പുതിയ മുടിയുള്ള ആളുകൾ, മുടിയന്മാരെ കൂട്ടാനും നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.